ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗ്രിൽ ചിക്കനാണ്. ഗ്രിൽ ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായി തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ചിക്കൻ 4 പീസാക്കി കട്ട് ചെയ്യുക. അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കി നന്നായി വരിഞ്ഞ് വയ്ക്കുക. മസാലയൊക്കെ നമുക്ക് ചിക്കൻ്റെ ഉള്ളിലോട്ട് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരിഞ്ഞ് വയ്ക്കുന്നത്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ സുർക്ക, ഒരു ബൗൾ വെള്ളത്തിൽ നന്നായി കലക്കി വയ്ക്കുക. എന്നിട്ട് ഈ ചിക്കൻ പീസസ് അതിൽ മുക്കി വയ്ക്കുക. ഒരു അരമണിക്കൂറോളം ഇതിങ്ങനെ മുക്കി വയ്ക്കണം. എന്നാൽ നല്ല ചിക്കൻ പീസ് നല്ല സോഫ്റ്റായി കിട്ടും നമുക്ക്. അതിന് ശേഷം പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. പിന്നെ വേണ്ടത് ഒരു നാരങ്ങയുടെ നീര്, 2 ടേബിൾ സ്പൂൺ തൈര്. അപ്പോൾ ഈ ചിക്കൻ നന്നായി വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല എല്ലാം കൂടി നമുക്ക് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. ഇത് നമ്മൾ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കണമെന്നില്ല, താഴെ വെച്ചാൽ മതി. അടുപ്പ് നന്നായി കത്തിക്കുക, കനൽ വരണം. അതിന് വേണ്ടിയിട്ടാണ് നന്നായി കത്തിക്കുന്നത്. ചിക്കനിൽ നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രില്ലിലോട്ട് മാറ്റാം. അതിനുശേഷം ഒലിവ് ഓയിൽ അതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുപ്പിലോട്ട് മാറ്റാം. ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാനായിട്ട്. ഈ ചിക്കനിൽ തന്നെ നമുക്ക് നെയ്യ് ഉരുകി അടുപ്പിലേക്ക് വീഴും. അപ്പം അതിൽ നിന്ന് തന്നെ തീ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നല്ല കനലിൽ വേണം ഇത് ചുട്ടെടുക്കാൻ. നമുക്ക് ഗ്രില്ല് തിരിച്ചിട്ട് വെക്കാം. 2 സൈഡും മാറി മാറി നമുക്ക് ചുട്ടെടുക്കണം. ചിക്കൻ കുക്കായി വരുന്നുണ്ട്. കളറ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി ഈ ഇതിൻ്റെ മേലെ വെക്കാം, അടുപ്പിൻ്റെ മേലെ വെക്കാം. നമുക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഈസി ആയിട്ട് നമ്മൾ ഇത് തയ്യാറാക്കിയെടുത്തു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.